ഭാഗത്ത് നിന്ന് പാർലമെന്റിൽ ഉണ്ടായത്. എന്തായാലും അതിനുശേഷം രൂപീകരിച്ച ട്രസ്റ്റിന്റെ ഭാഗത്ത് എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാട് നടന്നു എന്നതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് ഈ കേസ് നീളുകയാണ്. രണ്ട് കാര്യങ്ങളായിരിക്കും ഇനിയിപ്പോൾ SIT പരിശോധിക്കാൻ പോകുന്നത്. ഈ 5 കൊല്ലത്തോളം ഈ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്ന് സംഭാവനകളും മറ്റും കിട്ടിയപ്പോൾ എങ്ങനെ അത് കൈകാര്യം ചെയ്തു എന്നതാണ്. കാരണം പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് സ്വർണവും വെള്ളിയും ഒക്കെ ഈ ട്രസ്റ്റിന് നൽകിയിരുന്നതാണ്. അങ്ങനെ വിലപിടിപ്പുള്ള സംഭാവനകൾ കിട്ടിയപ്പോൾ ട്രസ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ള കാര്യം ഒന്നാമതായി അന്വേഷിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഈ ട്രസ്റ്റിലെ അംഗങ്ങളുടെ സ്വത്ത് അടക്കമുള്ള വിവരങ്ങളെക്കുറിച്ചും ഈ SIT അന്വേഷിക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ഒരു അമ്പലം നിർമ്മിക്കാനുള്ള ഫണ്ട് വരികയും അത് ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത രീതിയെക്കുറിച്ചും ഒരു പരിശോധന SIT നടത്താനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച ഒരു SIT അമ്പലത്തിന്റെ നിർമ്മാണ ഫണ്ടിനെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള നൃപേന്ദ്ര മിശ്രയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം കൂടിയായി മാറും എന്നതിൽ തർക്കമില്ല. കാരണം നൃപേന്ദ്ര മിശ്രയാണ് ഈ ഒരു നിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ട്രസ്റ്റ് അംഗമായി നിയമിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഈ ട്രസ്റ്റിൽ ഇതിനുള്ള സംഭാവന കിട്ടുകയും നിർമ്മാണ കരാറുകൾ നൽകിയതും കൂടി SIT പരിശോധിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണവും നടക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഈ അമ്പലത്തിലേക്ക് ആൾക്കാരെയൊക്കെ കൊണ്ടുവരുന്ന, പ്രത്യേകിച്ച് മുതിർന്ന പൗരന്മാരെയൊക്കെ വീൽ ചെയറിലേക്ക് കൊണ്ടുവരുന്ന ചില ആൾക്കാരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണവും ഇപ്പോൾ നടക്കുകയാണ്. കാരണം ഈ വീൽ ചെയർ സർവീസുകളിൽ ഉണ്ടായിരുന്ന ചിലർക്ക് ഒരു 2 ലക്ഷം രൂപ വരെയൊക്കെ ഈ അവിനാഷ് ശുക്ല നൽകിയിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇവരെ കരിയറായി ഉപയോഗിച്ചിരുന്നു എന്നൊരു സംശയവും SITക്കുണ്ട്. അക്കാര്യത്തിലും അന്വേഷണം നടക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്.